നമുക്കിന്ന് ടേസ്റ്റി ഒരു കപ്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 4-5 കറാമ്പും, ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 വെല്ലുള്ളി എടുത്തിട്ട് അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റുന്നുണ്ട്. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒരു മുളക് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഉണക്കനാരങ്ങ, കപ്സ മസാല, ഒരു 2 ടേബിൾ സ്പൂണോളം കപ്സ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ ഒരു ക്യൂബ് മാഗി ക്യൂബ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ 2 തക്കാളി പേസ്റ്റാക്കിയതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 1 കിലോ അരിക്ക് വേണ്ട പറയുന്നത്. ഒരു കിലോ ചിക്കനും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ മസാലയിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്നത് വരെ ഇവിടെ കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു പകുതി വേവായപ്പോൾ ഞാൻ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയതിന് ശേഷം അത് ഒന്നൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ ഉപ്പൊക്കെ പാകത്തിനാണ് നോക്കിയത്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ ബസുമതി അരി കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ബസുമതി അരിക്ക് 1 ഗ്ലാസ് അരിക്ക് ഏകദേശം ഒരു 1.25 അത്രയും വെള്ളം എടുക്കുന്നുള്ളൂ കേട്ടോ. അല്ല, 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനിലെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് ഞാൻ 1.25 എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ തിളച്ച വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, കുറവ് തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്ന വിധത്തിലാണ് കേട്ടോ. എൻ്റെ പാത്രം ചെറിയതായതുകൊണ്ട് ഞാൻ ചെറുതാക്കി വെച്ചിട്ടുള്ളൂ. ഞാനിങ്ങനെ കഴിച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കപ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം വേവും കുറവുണ്ടായിരുന്നു, അതുപോലെ വെള്ളവും കുറവായിരുന്നു തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിയായ കപ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരിയെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ കപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു. ഞങ്ങൾക്ക് ഇത് കഴിച്ച് നോക്കാം കേട്ടോ. അവിടെ മക്കൾക്കൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. എല്ലാവരും ഇവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ കൊടുക്കട്ടെ.